ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് നമ്മുടെ ചാനലൊന്ന് ഷെയറും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ എന്നത്തെയും പോലെ എന്നും കുറച്ച് അടുക്കള വിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും എല്ലാം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ രാവിലെ ചോറിന് അരിയിട്ടിട്ടുണ്ട്. പിന്നെ രാവിലെ കറി വെക്കുന്നത് മുതിരിയാണ് കേട്ടോ. ചില സ്ഥലത്ത് കൊള്ളു പറയും, ഞങ്ങളുടെ ഇവിടെയൊക്കെ കൊള്ളുന്നാണ് കേട്ടോ പറയുക. കൊള്ളുപ്പുളി എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ മുതിരിയാണ് കേട്ടോ സംഭവം. കൊള്ളുന്ന് പറഞ്ഞാൽ മുതിരിയാണ്. അപ്പോൾ അത് ചാറ് വെക്കുന്നു കേട്ടോ. പുളി ഒഴിച്ച് വെക്കില്ലേ, അത് പുളി ഒഴിച്ച് വെക്കണം. പിന്നെ കുറച്ചെടുത്തിട്ട് മോൾക്ക് ഉപ്പേരി ആക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് രാവിലത്തെ കുക്കിംഗ്. പിന്നെ ഇത് വന്നിട്ട് ഞാൻ മിക്സിയിൽ അരയ്ക്കണത് എന്താണെന്ന് വെച്ചാൽ കണ്ണാമ്മ ചേച്ചിക്കുള്ള ദോശയ്ക്കുള്ളതാണ് കേട്ടോ. അത് കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ രാത്രി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ. റാഗിയും പിന്നെ ചോളവും പിന്നെ ഉലുവ പിന്നെ എന്താ പറയുക ഉഴുന്ന് എല്ലാം കൂടി അരച്ചാണ് കേട്ടോ അത്. പിന്നെ അതാ മോൾ എണീച്ച് പല്ല് തേക്കാൻ വന്നു കേട്ടോ. അപ്പോൾ മോളവിടെ മോൾ എണീച്ച് വന്ന് പല്ല് തേക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചാക്സണിൽ ചോറ് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെന്തോ തോന്നുന്നു കേട്ടോ. കുറച്ച് നേരം ആയി. അപ്പോൾ അത് വെന്തോ നോക്കിയിട്ട് ചോറ് വടിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാണ് കേട്ടോ. പിന്നെ ഇന്ന് രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് വെച്ചാൽ അരി ഉഴുന്ന് ആട്ടിയതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ പിന്നെ ചപ്പാത്തി ആയിരുന്നു. അപ്പോൾ ഞാൻ അരി ഉഴുന്ന് വെള്ളത്തിലിട്ടാൽ മറന്നു പോയിട്ട്. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ എന്താ ഉണ്ടാക്കുക എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ മോളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇന്ന് കൊള്ളുപ്പുളിയാണ് പറഞ്ഞില്ലേ, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ചോറ് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ മോള് ഇന്ന് രാവിലെ ചോറ് മതി, കൊള്ളിച്ചാറുണ്ടല്ലോ കൊള്ളുപ്പുളി, അപ്പോൾ അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അത് കഴിക്കാമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി എന്തായാലും ഇല്ല കേട്ടോ. ചോറും ആയിട്ടുണ്ട്. പിന്നെ കൊള്ളിച്ചാറ് വെച്ചാൽ മതിയല്ലോ. പിന്നെ അതൊന്ന് കുറച്ചെടുത്തിട്ട് ഉപ്പേരിയാക്കിയാൽ അവൾക്ക് കൊണ്ടുപോകാനും ആയി. അപ്പം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പണിയില്ല. പിന്നെ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ചപ്പാത്തി ഒരെണ്ണം ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ അതും കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേണമെങ്കിൽ കുറച്ച് ചോറും കഴിക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരു ദിവസം അങ്ങനെ പോട്ടെ. എപ്പോഴും നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുക തന്നെയല്ലേ, ദോശ ഇഡ്ഡലി ചപ്പാത്തി പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ദിവസം ശരി ഇന്ന് എന്തായാലും ചോറ് കഴിക്കാമെന്ന് അങ്ങനെ വിചാരിച്ചു. മോൾക്ക് എന്തായാലും വേണ്ട പറഞ്ഞു. പിന്നെ ഇപ്പം നമുക്ക് വേണ്ടി മാത്രം വേറെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ഞാനും അത് തന്നെ ചോറ് തന്നെ കഴിക്കാൻ കേട്ടോ ഒന്ന്. അപ്പോൾ ഞാൻ കുക്കറിൽ മുതിര വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വറുത്തിട്ട് പിന്നെ കല്ലൊക്കെ ഉണ്ടാവും ചിലതിൽ, അപ്പോൾ അരിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ കുക്കറിലിട്ടത്. അപ്പോൾ കുക്കറിലിട്ട് ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കുറച്ചെടുത്തിട്ട് ചെറിയുള്ളിയൊക്കെ ഇട്ട് വഴറ്റി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതിനൊന്ന് ഉപ്പേരി ആക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി, പിന്നെ ചെറിയുള്ളി ഞാൻ കുറച്ച് നേരെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വഴറ്റിയിട്ട് മുതിര നമ്മൾ വേവിച്ച് വെച്ചത് കുറച്ച് അവൾക്ക് മാത്രം അളവിന് കുറച്ച് എടുത്തിട്ട് ഉപ്പേരി ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കൊള്ളുപ്പുളി കുറച്ച് തേങ്ങയൊക്കെ അരച്ചൊഴിച്ചിട്ടാണ് കേട്ടോ വെക്കണത്. അപ്പോൾ അത് വന്നിട്ട് തേങ്ങ കുറച്ചെങ്കിലും അരച്ചില്ലെങ്കിലേ ഒരുപാട് വെള്ളം പോലെയാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങയൊക്കെ അരച്ചൊഴിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിടണം. പിന്നെ ഒരു തക്കാളി മുറിച്ചിടണം കേട്ടോ. പിന്നെ നമുക്ക് വഴുതനങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇടാം. വഴുതനങ്ങയൊക്കെ അതിൽ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതിൽ കഷ്ണങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ. കൊള്ളു മാത്രം തന്നെ ഇടുന്നുള്ളൂ കേട്ടോ മുതിര. പിന്നെ അതാ ഉപ്പേരിയാണ് കേട്ടോ. ഇത് മോൾക്ക് കൊടുത്തയക്കാനുള്ള ഉപ്പേരിയാണ്. അപ്പോൾ മുതിര മൊത്തത്തിൽ മോൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനെ പുളി ഒഴിച്ചുള്ള കറികളൊക്കെ ഇല്ലേ, പുളിങ്കറികൾ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ വെള്ളപ്പയർ ഇതുപോലെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ കൊള്ള് പിന്നെ പുളിയവര പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ അങ്ങനെയാണ് പറയുക, പുളിയവര എന്നുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ. ആർക്കൊക്കെ അറിയുന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ പുളി ഒഴിച്ച് വെക്കും. ഇതേപോലെ തന്നെയാണ് കേട്ടോ വയ്ക്കുക. അപ്പോൾ അങ്ങനത്തെ പുളിങ്കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മോൾക്ക്. അപ്പോൾ ഇടയ്ക്കൊക്കെ അത് വയ്ക്കാറുണ്ട്. പിന്നെ അതിന് കുറച്ച് പുളി എടുത്ത് ഞാൻ വെള്ളത്തിലിടുകയാണ് കേട്ടോ. ഇതിന് കുറച്ച് പുളി വേണം, ഒരുപാട് പുളിയല്ല, എന്നാലും സാധാ നമ്മൾ കറി സാമ്പാറൊക്കെ വെക്കണേക്കാളും കുറച്ച് പുളി വേണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ചാറിന് ഒരു തേങ്ങ വേണമല്ലോ. അപ്പോൾ തേങ്ങ മരത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച ഇട്ടുണ്ടായിരുന്നു കേട്ടോ.
തേങ്ങ ഇടുന്ന ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തേങ്ങ ഇട്ടു കേട്ടോ. ഒരുപാടൊന്നും തേങ്ങ ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം, അല്ലെങ്കിൽ നിറയെ ഉണ്ടാവുന്നതാണ് കേട്ടോ. ഇപ്രാവശ്യം ആകെ ഒരു 5 അത്രേ കിട്ടിയുള്ളൂ കേട്ടോ. പിന്നെ 2 ഇളനീര് ഇട്ടു. കയറിയതല്ലേ പറഞ്ഞിട്ട് 2 ഇളനീര് ഇട്ടു കേട്ടോ. നല്ല മധുരമായിരുന്നു കേട്ടോ ഇളനീര്. അപ്പോൾ രണ്ട് ഇളനീരിട്ട്. അപ്പോൾ ഒരെണ്ണം മോളും ഒരെണ്ണം ഞാനും കുടിച്ചു കേട്ടോ. പിന്നെ ഏട്ടനും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ കുടിച്ചു. പിന്നെ അതാ തേങ്ങയൊക്കെ പൊതിച്ച് വന്നു കേട്ടോ. പിന്നെ നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളം അതാ ഞാൻ കുടിച്ചപ്പോൾ നല്ല മധുരമായിരുന്നു കേട്ടോ. പിന്നെ ആ തേങ്ങയൊക്കെ പൊതിച്ച് വന്ന ശേഷം പിന്നെ മോൾക്ക് ടിഫിൻ ബോക്സിൽ ചോറാക്കുകയാണ് കേട്ടോ. തൈര് ഒഴിച്ചിട്ട് കുഴക്കണം കേട്ടോ. തൈരും കുറച്ച് ഉപ്പും ഇട്ടിട്ട് കുഴച്ചിട്ട് ടിഫിൻ ബോക്സിലാക്കും. പിന്നെ അത് ഉപ്പേരിയും വെച്ചിട്ടുണ്ട് കേട്ടോ. മോൾക്കാണെങ്കിൽ ചാറ് സെപ്പറേറ്റ് ബോക്സിലാക്കി കൊണ്ടുപോകണം, അങ്ങനെയൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം തൈര് ഒഴിച്ച് കുഴയ്ക്കാറാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മോളുടെ യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കുകയാണ്. അപ്പം മോള് ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ചോറാണ് അവൾ കഴിക്കണത്. എപ്പോഴെങ്കിലും തന്നെ കേട്ടോ ചോറൊന്നൊക്കെ കഴിച്ചിട്ട്, രാവിലെ ചോറ് കഴിച്ചിട്ടൊക്കെ കുറേ ആയി. അപ്പം ഇങ്ങനെ ഇത് വെച്ചത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് ചോദിച്ചതാണ്. മാവില്ലല്ലോ എന്തായാലും എന്താ കഴിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവനെ ചോറ് കഴിക്കാൻ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ അത് അവളുടെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തു. പിന്നെ മോൾ സ്കൂളിൽ പോയി. രാവിലത്തെ പരിപാടികളും തിരക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതിപ്പോൾ സമയം ഉച്ചയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. പെട്ടെന്നൊരു മഴ വന്നു കേട്ടോ. ഇവിടെ ഭയങ്കര മഴയായിരുന്നു. പെട്ടെന്നൊരു ദിവസം കൊണ്ട് നല്ലൊരു മഴക്കാലം ആയ പോലെ ഒരു ഫീലായിരുന്നു കേട്ടോ. ഭയങ്കര തണുപ്പുമായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ കണ്ണമ്മ ചേച്ചിക്ക് ഒരു 3 ദോശ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. പുറത്താണെങ്കിൽ നല്ല മഴ, ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര തണുപ്പ് കേട്ടോ. പറഞ്ഞാൽ പറ്റില്ല, ഒരു മഴ തന്നെ. എത്രയും നേരം വെയിലടിച്ചതാണ് രാവിലെയൊക്കെ. ഉച്ചയ്ക്ക് പെട്ടെന്ന് മഴ പെയ്തതും ഭയങ്കര തണുപ്പായിട്ടോ. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതെന്താണെന്ന് വെച്ചാലില്ലേ, ഫ്രൈ പാനാണ് കേട്ടോ. നമ്മളിവിടെ സ്ഥിരമായിട്ട് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന, അങ്ങനെ അടവിനില്ല, അടവിന് ഇങ്ങനത്തെ സാധനങ്ങൾ, ഇലക്ട്രോണിക് സാധനങ്ങളും പിന്നെ അതുപോലെ തന്നെ കുക്കിംഗ് സാധനങ്ങൾ, ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ അടവിന് കൊടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവർ നമ്മുടെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഞാൻ ദോശ ചട്ടിയൊക്കെ ഇല്ലേ നോൺ സ്റ്റിക്കിൻ്റെ, അതൊക്കെ വാങ്ങിച്ചത് അവരുടെ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറേ ആയി കഴിഞ്ഞിട്ട് അപ്പോൾ അവർ ഇപ്പോൾ ഇടയിൽ വന്നിട്ട് എന്തെങ്കിലും സാധനം വേണോ ചേച്ചി എന്നൊക്കെ വന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ അവരിതൊക്കെ കാണിച്ചു തന്നപ്പോൾ അത് ഫ്രൈ പാൻ വാങ്ങിക്കാൻ തോന്നി. അപ്പം ഞാനത് വാങ്ങിച്ചു കേട്ടോ. 1450 രൂപയാണ് കേട്ടോ ഇതിന്. ഡെയിലി നമ്മൾ 50 ഫസ്റ്റ് 50 രൂപ കൊടുക്കുക, പിന്നെ ഡെയിലി 30 രൂപ, അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ അടവ് വരുന്നത്. അപ്പോൾ ഡെയിലി 30 രൂപ വെച്ച് കൊടുത്ത് നമ്മൾ അടച്ചു കൊടുക്കണം കേട്ടോ, അങ്ങനെയാണ്. അപ്പോൾ പീജിൻ്റെ കമ്പനി ഐറ്റമാണ്, നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അത് വാങ്ങിച്ചു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ മോള് സ്കൂൾ വിട്ട് വന്നു. അവൾക്ക് പിന്നെ 2 പഴമൊക്കെ വേവിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അവൾ പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴവും പിന്നെ ഏട്ടൻ ആപ്പിൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൊടുത്തു കേട്ടോ. വേറെ മാവ് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ മാവ് ആട്ടിയതൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പഴമൊക്കെ വേവിച്ച് കൊടുത്തത്. അല്ലെങ്കിൽ പിന്നെ 2 ദോശ ഉണ്ടാക്കി കൊടുക്കും, അല്ല എപ്പോഴെങ്കിലും പിന്നെ പഴവും വേവിച്ച് കൊടുക്കും കേട്ടോ, അങ്ങനെയാണ്. പിന്നെ പാല് വന്നു. പിന്നെ ഒരു സമയം 5:15 പാലൊക്കെ വന്നു. പിന്നെ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ പാത്രം ഇതാണ് കേട്ടോ, നോൺ സ്റ്റിക്കിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനത് കുറേ ആയി വാങ്ങിക്കണം വിചാരിച്ചിരിക്കുന്നു കേട്ടോ, പക്ഷെ വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊന്ന് പിന്നെ അവരായിട്ട് വന്ന് ഇതൊക്കെ കാണിച്ചു തന്നപ്പോൾ പിന്നെ ശരി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ പിന്നെ ഡെയിലി 30 രൂപ ആയതുകൊണ്ട് നമുക്ക് പിന്നെ വലുതായിട്ടൊരു ഇതായി തോന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഇപ്പോൾ 2 സാധനം തന്നെ വാങ്ങിച്ചുള്ളൂ കേട്ടോ. ദോശ നോൺ സ്റ്റിക്കിൻ്റെ ദോശക്കല്ലും വാങ്ങിച്ചു. പിന്നെ ഈ ഫ്രൈ പാനും അവരുടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെ ആയി. പിന്നെ ഇതാ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കും കണ്ണമ്മ ചേച്ചിക്കും മാത്രം ചായ വയ്ക്കണം. മോൾക്ക് പിന്നെ അതൊന്നും വേണ്ട, അവൾ ചിലപ്പോൾ പാൽ കുടിക്കും. പാൽ കാച്ചി കൊടുക്കാൻ വിചാരിച്ചു. ഇതപ്പോൾ ചായ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്നാക്സും ഉണ്ടായിരുന്നു. പിന്നെ അതാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ഒരു അച്ചമ്മ എടുത്തിട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കും. അപ്പോൾ ഒരു അച്ചമ്മ കടയ്ക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അവിടെ അടുത്ത് കടയ്ക്ക് പോയിരിക്കണേ. അപ്പം മോളിനെ ഇവിടെ ആക്കിയിട്ട് പോയതാണ് കേട്ടോ. അവളാണെങ്കിൽ ഭയങ്കര കരച്ചിലിട്ടാ. കണ്ണെന്ന് വെള്ളം വരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അച്ചമ്മ വന്നു. പിന്നെ മോള് പോയിട്ടോ, കുഞ്ഞിപ്പെണ്ണും പോയി. പിന്നെ അനു വിളക്ക് വെക്കാൻ കേട്ടോ. 6 മണിയായി. അപ്പം മോള് വിളക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പം മോളാണ് കേട്ടോ എപ്പോഴും വിളക്ക് വയ്ക്കാറ്. നാമൊക്കെ ചൊല്ലുമായിരുന്നു കേട്ടോ, ഇപ്പം ഭയങ്കര മടിയായി. ചെറുതായിരിക്കുമ്പോൾ നാമൊക്കെ ചൊല്ലും കേട്ടോ, അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പം അതുപോലെ ഡെയിലി ചൊല്ലിക്കൊണ്ടിരുന്നതാണ്. വലുതായപ്പോൾ എന്തായി, നാമം ചൊല്ലണില്ല, വിളക്ക് മാത്രം വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ തുണികളൊക്കെ കുറച്ച് ഉണങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുമായിരുന്നു കേട്ടോ. അന്ന് ഉച്ചയ്ക്ക് മഴ പെയ്തതുകൊണ്ട് തന്നെ തുണികൾ പിന്നെയും ഒരു തണുപ്പ് അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ഉണങ്ങിയോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഉണങ്ങിയത് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാം ഒരു തണുപ്പ് പോലെ ഉണ്ട് കേട്ടോ. തൊട്ട് നോക്കിയപ്പോൾ എല്ലാം ഒരു തണുപ്പ് പോലെ ഉണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ നാളെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മോള് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാ കേട്ടോ. കാറ് സ്റ്റാർട്ട് ചെയ്യാൻ ഏട്ടൻ പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ട് എന്തായിന്നറിയോ, ഡെയിലി അതൊരു പതിവാക്കിയിരിക്കുക കേട്ടോ വണ്ടി സ്റ്റാർട്ട് ചെയ്യണത്. ഏട്ടൻ പറഞ്ഞു 2-3 ദിവസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി പറഞ്ഞതാണ്. മോളാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പഠിച്ചപ്പോൾ. എവിടേക്ക് എവിടേക്കെങ്കിലും അനു വണ്ടി ഓടിക്കല് എനിക്ക് പേടിയാണോ? അത് ന്യൂട്രലല്ല, ഒന്നും ചെയ്യല്ലേട്ടാ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ മതി. അങ്ങനെ സമയം 7 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഷോപ്പിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഒതുക്കാമെന്ന് വിചാരിച്ചു. പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ പൊടി പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഒതുക്കിയിട്ട് കുറേ ആയി. അപ്പോൾ നാളെ ചിലപ്പോൾ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോൾ അവിടെയൊക്കെ ഒത്തിരി സ്ഥലമൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി തന്നെ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നാളെ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ വെക്കാൻ സ്ഥലം വേണമല്ലോ. അപ്പോൾ ഉള്ളതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി ഒതുക്കി വെക്കുകയാണ്. പൊടിയാണെങ്കിൽ നിറയെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തുടയ്ക്കണം. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ അത് ഒതുക്കി വെച്ചിട്ട് പിന്നെ തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കട അടയ്ക്കാനായി ഒരു 7:30 അടയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ എപ്പോഴും 7:30 അടയ്ക്കുക. 7:30 അടയ്ക്കാൻ തുടങ്ങി ഒരു 8 മണിയാകുമ്പോഴേക്കും കഴിയും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അതാ ഭരണികളൊക്കെ നിറയെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് ചട്ടികളും കൂടി തുടയ്ക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും അതും കൂടി തുടച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോളാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവളിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് തുടയ്ക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊന്നല്ല കേട്ടോ, ഞാൻ എപ്പോഴും തുടയ്ക്കാറൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് സമയമായി. അപ്പോൾ ഷോപ്പൊക്കെ അടച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതെല്ലാം അവിടെ അടച്ചു കഴിഞ്ഞു. ഇനി വീട്ടിൽ പോകണം. അപ്പോൾ വീട്ടിൽ പോയി ഇനി മേലൊക്കെ കഴുകണം. മോളിത പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ മേലൊക്കെ കഴുകിയിട്ട് വന്നു കേട്ടോ. ഇനി ഫുഡ് ഉണ്ടാക്കണതില്ലേ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് നൈറ്റിന് ബിരിയാണിയാണ് കേട്ടോ. പ്രതീക്ഷിക്കാത്തൊരു ബിരിയാണി വെക്കലായിരുന്നു കേട്ടോ. ഇന്ന് കഴിക്കാൻ മോൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എന്ത് പറയുമെന്നറിയോ, ബിരിയാണി വേണമെന്ന്. ബിരിയാണി കടയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച തന്നെ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇനി കടയിൽ നിന്ന് വാങ്ങിച്ചു തരില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം എന്നാൽ എനിക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തരണം പറഞ്ഞിട്ട് ഒരേ വാശി കേട്ടോ. അപ്പം ശരി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കടയ്ക്ക് പോയി. ഇവിടെ അടുത്ത് തന്നെയാണല്ലോ കട. അവിടെ പോയിട്ട് ബിരിയാണി അരി കുറച്ച് വാങ്ങിച്ചു. പിന്നെ പട്ട ഗ്രാമ്പ് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രൈ പാനൊക്കെ കിട്ടിയ ദിവസമല്ലേ, നമുക്ക് അതിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ബിരിയാണി വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാദാ ചോറൊക്കെ നമ്മൾ വെച്ച് വടിക്കില്ലേ, അതുപോലെ ചോറ് ആദ്യം വേവിച്ച് വടിച്ച് വെക്കും കേട്ടോ. നന്നായിട്ടൊന്നും വേവിക്കില്ല, ഒരു പകുതി വേവിൽ അങ്ങനെ വടിച്ച് വെക്കും കേട്ടോ. പിന്നെ സവാള, പിന്നെ മറ്റേ സംഭവങ്ങളൊക്കെ ഇല്ലേ ബിരിയാണിക്ക് ഇടുന്ന പട്ട ഗ്രാമ്പു, സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്,
അങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ട് വഴറ്റി ഒരു മസാലക്കൂട്ടൊക്കെ ഇടില്ലേ, ബിരിയാണി മസാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് നന്നായി വഴറ്റി പിന്നെ നമ്മൾ വടിച്ച് വെച്ചിരിക്കുന്ന ചോറിനെ എടുത്തിട്ട്, ബിരിയാണി അരിയുടെ ചോറിനെ എടുത്തിട്ട് ഇതിൽ കൊട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അതാണ് കേട്ടോ എൻ്റെ ബിരിയാണി വെക്കൽ. അല്ലാണ്ട് എനിക്കിങ്ങനെ കുക്കറിൽ ഒരു അളവിന് നമ്മൾ വെള്ളം വെക്കില്ലേ, അങ്ങനെയൊക്കെ വെച്ചിട്ട് വെക്കാൻ എനിക്കറിയില്ല കേട്ടോ. അത് ചില സമയത്ത് ഞാൻ ഒരിക്കൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ വെക്കുമ്പോൾ എന്താവുമെന്നറിയോ, ചിലപ്പോൾ വേവില്ല, ചിലപ്പോൾ നന്നായി വെന്ത് കുഴയും, ചിലപ്പോൾ അടി പിടിക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ആ പണിക്ക് നിൽക്കാറില്ല കേട്ടോ. എനിക്കിതാണ് എളുപ്പം. ചോറ് വടിക്കണ പോലെ വടിച്ച് വയ്ക്കും. പിന്നെ ഇതെല്ലാം മസാലയൊക്കെ ഇട്ട് വഴറ്റി പിന്നെ അരിനെ നമ്മൾ വടിച്ച് വെച്ചിരിക്കുന്ന ചോറുണ്ടല്ലോ, അത് ഇതെടുത്തിട്ട് കുഴയ്ക്കല്ല, നന്നായിട്ട് മിക്സ് ചെയ്യും കേട്ടോ. മസാലയൊക്കെ അതിൽ പിടിക്കുന്ന പോലെ നന്നായി മിക്സ് ചെയ്യും. അങ്ങനെയാണ് എൻ്റെ ബിരിയാണി വെപ്പ് കേട്ടോ. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളിങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഇരിക്കും, പറയുമ്പോൾ നമുക്ക് എന്തോ പോലെ ഉണ്ടെങ്കിലും കൂടി അങ്ങനെ വെച്ചാലേ, കാണുമ്പോൾ നമുക്ക് അങ്ങനെ വെച്ചാന്നൊന്നും അറിയില്ല. ശരിക്കും നോർമലി ബിരിയാണി എങ്ങനെ അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അത് അതുപോലെ ചെയ്തു. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല മണക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ 2 മുട്ടയും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചില്ലി കേട്ടോ. ചില്ലി ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ചില്ലി കടയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സലാഡ് ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ രാത്രിക്കുള്ള ഫുഡ് നല്ല ഹെവി ഫുഡായിരുന്നു കേട്ടോ. പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു ഇത്. ബിരിയാണി, ചില്ലി ചിക്കനും അതുപോലെ മുട്ടയൊക്കെ. ഞാൻ ഇന്ന് സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ മോളിങ്ങനെ പറഞ്ഞപ്പോൾ ബിരിയാണി വെക്കില്ല, എന്നാൽ പിന്നെ ചില്ലിയും കൂടി വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കണ്ണം ചേച്ചി പിന്നെ ഇതൊന്നും തൊടില്ല കേട്ടോ. റൈസ് മാത്രം കുറച്ച് ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കി, അത്രയേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും കഴിച്ചില്ല. പിന്നെ ദോശ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ നമ്മുടെ രാത്രിയത്തെ ഫുഡ് ഇതൊക്കെയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. പ്രതീക്ഷിക്കാത്ത ബിരിയാണി വെപ്പും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഫ്രൈ പാനും എല്ലാം കിട്ടിയൊരു സന്തോഷമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.